മലബാറിലെ ചില കല്യാണ വീട്ടിലൊക്കെ കിട്ടുന്ന ഒരു സ്പെഷ്യൽ ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. കല്യാണ സ്പെഷ്യൽ ബദാം മിൽക്കാണ്. ഇതിൽ പറയുന്ന ടിപ്സുകൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കല്യാണപ്പേരിന്നൊക്കെ കിട്ടുന്ന അതേ പെർഫെക്റ്റ് ടേസ്റ്റിൽ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാം. ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ അക്ബർ. വെൽക്കം ടു രുചി ലാബ്. ബദാം മിൽക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/4 കപ്പ് ബദാം എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് എന്ന് പറയുമ്പം ഏകദേശം ഒരു 25-30 ബദാം ഉണ്ടാവും. 2 കപ്പ് അളവിലാണ് നമ്മൾ ബദാം മിൽക്ക് തയ്യാറാക്കുന്നത്. ഇതിൻ്റെ തൊലി ഒന്ന് കളയണം. തൊലി പെട്ടെന്ന് കളയുന്നതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് നന്നായിട്ട് തിളപ്പിച്ച ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതടച്ച് ഒരു 10-15 മിനിറ്റ് സമയം വെച്ച് കഴിഞ്ഞാൽ തൊലിയൊക്കെ ഇതുപോലെ വളരെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാം. നോർമൽ വാട്ടറിലാണ് നിങ്ങൾ സോക്ക് ചെയ്യുന്നതെങ്കിൽ 5-6 മണിക്കൂർ എടുക്കും ഇതുപോലെ റിമൂവ് ചെയ്യാൻ. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. അതിനു വേണ്ടിയിട്ട് മിക്സിയുടെ അരക്കുന്ന ചെറിയ ജാറിലേക്ക് ബദാം ചേർത്ത് കൊടുക്കാം. കൂടെ 2 ചെറിയ സൈസ് ഏലക്ക ഇതുപോലെ ഒന്ന് ചതച്ച് ചേർക്കാം. ഏലക്ക വലുതാണെങ്കിൽ ഒന്നെടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ട് ഇതിലേക്കൊരു 1/4 കപ്പ് അളവിൽ പാലൊഴിച്ച് കൊടുക്കാം. വീണ്ടും നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. തരിയൊന്നും ഇല്ലാതെ ഇതുപോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുമ്പോഴാണ് ഇത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. ഇനി ഇതുപോലൊരു നോൺ സ്റ്റിക്ക് പാനോ മറ്റോ ചൂടാക്കി അതിലേക്ക് 2 കപ്പ് അഥവാ 1/2 ലിറ്റർ പാലൊഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ മുമ്പ് അരച്ച് വെച്ച ബദാം ചേർത്ത് കൊടുക്കാം. ജാറിലുള്ളത് ഫുള്ളായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് പാലൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്കിനി നല്ല കളറിനും അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറിനും വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ അളവിൽ മാത്രം സാഫ്രോൺ അഥവാ കുങ്കുമപ്പൂവ് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇത് ചേർത്തിട്ടില്ലെങ്കിൽ ബദാം മിൽക്കിന് അതിൻ്റെ കറക്റ്റ് കളർ കിട്ടില്ല എന്നുള്ളൂ. ടേസ്റ്റിൽ കാര്യമായിട്ട് മാറ്റം ഉണ്ടാവില്ല. 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ചേർത്ത് സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വേവിക്കുക. ഇതുപോലെ പതഞ്ഞ് പൊങ്ങി വരുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒരല്പം കുറച്ച് വെച്ചിട്ട് തുടർച്ചയായിട്ട് ഇളക്കി 4-5 മിനിറ്റ് സമയം വേവിക്കണം. ഇങ്ങനെ 4-5 മിനിറ്റ് സമയം വേവിക്കുമ്പോഴാണ് ബദാമൊക്കെ ശരിക്ക് കുക്കാവുന്നത്. അതുപോലെ തന്നെ ബദാം മിൽക്കിന് അതിൻ്റെ കറക്റ്റ് കളർ കിട്ടുന്നത്. ഇതിപ്പം ഏകദേശം ഒരു 5 മിനിറ്റോളം കുക്ക് ചെയ്തിട്ടുണ്ട്. ഇതിലേക്കിനി ഒരു നുള്ളളവിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് കൂടി പോരുത്. ഉപ്പ് കൂടി ചേർക്കുമ്പോഴാണ് ബദാം മിൽക്കിന് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. ഇതുപോലെ അല്പം വറ്റി ഈ ഒരു കളറായി കിട്ടണം. ഇനി ചെറിയ തീയിൽ 1 മിനിറ്റ് സമയം കൂടി വേവിച്ചതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ബദാം മിൽക്ക് ചൂടോട് കൂടിയോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചോ കുടിക്കാവുന്നതാണ്. കുങ്കുമപ്പൂവ് ചേർക്കാതെയും ഒരു തവണ ട്രൈ ചെയ്ത് നോക്കും. അടിപൊളി ടേസ്റ്റാണ്. ഇതുപോലുള്ള ടേസ്റ്റ് റെസിപ്പികൾക്ക് വേണ്ടിയിട്ട് രുചി ലാബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നമ്മൾ മുമ്പ് ചെയ്ത നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ള 1-2 റെസിപ്പികളാണിത്. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കാണാം. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.